നിധിയാസ് ഫുഡ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നൊരു ചെറുപയർ പരിപ്പ് പായസമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇതിനു വേണ്ടി ഞാനിവിടെ 1 കിലോ ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട്. അത് കഴുകുന്നതിന് മുന്നേ ഒന്ന് വറുത്തെടുക്കണം. വറുത്തതിന് ശേഷമാണ് കഴുകേണ്ടത്. അതിനു വേണ്ടി ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ചെറുപയർ പരിപ്പിട്ട് കൊടുത്ത് ഒന്ന് വറുത്തെടുക്കണം. ഒരുപാട് കളർ ചേഞ്ച് ആവേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായി കളർ ചേഞ്ചായി വറുത്ത് വരുമ്പോൾ നല്ല സ്മെല്ല് വരാൻ തുടങ്ങും. ആ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഈ പാത്രത്തിൽ തന്നെ വച്ചിരുന്നാൽ അത് കൂടുതൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി തണുത്തതിന് ശേഷം ഇതൊന്ന് കഴുകിയെടുക്കാം. കഴുകിയെടുത്ത പരിപ്പ് ഒരു പ്രഷർ കുക്കറിലേക്കിട്ട് അതിൻ്റെ 3 ഇരട്ടി വെള്ളം വെച്ച്, അതായത് 1 കപ്പ് പയറാണെങ്കിൽ 3 കപ്പ് വെള്ളം വയ്ക്കണം. അങ്ങനെ 3 ഇരട്ടി വെള്ളം വെച്ച് അടച്ച് വെച്ച് ഒരു 3 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. ഇനി പായസത്തിലേക്ക് വേണ്ട ശർക്കര ഉരുക്കിയെടുക്കണം. ഞാനിവിടെ 1 കിലോ പരിപ്പിന് 1.25 കിലോ ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഒരു 1/2 കപ്പ് വെള്ളം കൂടി അതിലേക്കൊഴിച്ച് ഇതൊന്ന് തിളപ്പിച്ച് ഉരുക്കിയെടുക്കാം. 3 വിസിലുകൾക്ക് ശേഷം കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയി അത് തുറന്നപ്പം പരിപ്പ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി പായസം ഉണ്ടാക്കാനായിട്ട് ഇത് നമുക്കൊരു വലിപ്പമുള്ള പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി ഫ്ലെയിം ഓണാക്കി ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ശർക്കരപ്പാനി അരിച്ച് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ശർക്കരപ്പാനി ചേർത്തതിന് ശേഷം ഒരു 3-4 മിനിറ്റ് കൂടി ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഈ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഉപ്പ് ചേർക്കുന്നത്. ഉപ്പ് കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഏലക്ക പൊടിച്ചതും 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ചുക്കുണ്ടെങ്കിൽ ചുക്ക് പൊടിച്ചതും ഒരു ടീസ്പൂണും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാനത് ചേർത്തിട്ടില്ല. ഇനി പായസം നല്ലതുപോലെ തിളച്ച് വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് അതിലേക്ക് 5 കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് തേങ്ങാപ്പാലാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ തേങ്ങ ചിരണ്ടി പിഴിഞ്ഞാണ് പാലെടുക്കുന്നതെങ്കിൽ അതിൻ്റെ 2ാം പാല് പരിപ്പ് വേവിക്കുന്ന സമയത്ത് അതിൽ ചേർത്ത് കൊടുത്ത് വേവിക്കാവുന്നതാണ്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം പാൽ ഒഴിച്ചു കൊടുത്തില്ലെങ്കിൽ ചിലപ്പം പാല് തിളച്ച് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി വേറൊരു ചെറിയ പാൻ ചൂടാവാൻ വച്ച് അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ കൊത്തിയത് ചേർത്ത് കൊടുത്ത് മൂപ്പിച്ചെടുക്കാം. ഇതൊന്ന് മൂത്ത് വന്നാൽ കോരി മാറ്റിയതിന് ശേഷം 1/4 കപ്പ് കാഷ്യൂ നട്ട് ഇട്ട് കൊടുത്ത് അതും ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതും കോരി മാറ്റി കഴിഞ്ഞാൽ ഇനി നമ്മൾ എടുത്ത് വച്ചിരിക്കുന്ന 1/4 കപ്പ് മുന്തിരി, അതും ഉണക്ക മുന്തിരി കൂടി ഇട്ട് കൊടുത്ത് അതും മൂപ്പിച്ചെടുത്ത് ഇതെല്ലാം കൂടി നമ്മൾ തയ്യാറാക്കി വച്ചിരിക്കുന്ന പായസത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചെറുപയർ പരിപ്പ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ്. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതുമാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.